നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭയിലെ ഭരണഘടനാ ചർച്ചയിൽ RSSനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടനയിൽ ഇന്ത്യയെക്കുറിച്ച് ഒന്നുമില്ലെന്ന് സവർക്കർ പറഞ്ഞതിനെ BJP നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദ്യം. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനയെ അട്ടിമറിച്ചവരാണ് കോൺഗ്രസ് എന്ന് രവിശങ്കർ പ്രസാദ്. പ്രധാനമന്ത്രിയുടെ മറുപടി ഉടൻ. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടത്തെ റോഡിൽ പരിശോധന നടത്തി ഗതാഗത മന്ത്രി. പാതയുടെ നവീകരണത്തിന് ഹൈവേ അതോറിറ്റി പണം തന്നില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി പണം ചെലവഴിക്കുമെന്ന് ഗതാഗത മന്ത്രി. കേരളത്തിലെ രക്ഷാദൌത്യങ്ങൾക്ക് തുക ആവശ്യപ്പെട്ട കേന്ദ്ര നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രളയം മുതൽ മുണ്ടക്കൈ ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132.62 കോടി. പാർലമെന്റിന് മുന്നിൽ കേരള MP മാരുടെ പ്രതിഷേധം. ദുരന്തമുഖത്ത് വിവേചനം പാടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചേനെ. പുനരധിവാസത്തിനായി NGOകളും വ്യക്തികളും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ അവർക്ക് വേണ്ട സ്ഥലം അനുവദിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ഗവർണർ. ഡൽഹി ചലോ മാർച്ചിൽ കർഷകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും. ശംഭു അതിർത്തിയിൽ മാർച്ച് തടഞ്ഞു. സംഘർഷത്തിൽ ഒട്ടേറെ കർഷകർക്ക് പരിക്ക്. കർഷകർക്ക് പിന്തുണയുമായി ബജ്രംഗ് പൂനിയ ശംഭുവിൽ. മാർച്ച് താൽക്കാലികമായി നിർത്തിവെച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ പൂരം കലക്കൽ കേസിൽ VS സുനിൽകുമാറിന്റെ മൊഴി. സംഘപരിവാർ നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യം. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകണമെന്നും VS സുനിൽകുമാർ. വ്യായാമ കൂട്ടായ്മ MEX7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമെന്ന് CPIM. കൂട്ടായ്മയെ മതരാഷ്ട്രവാദികൾ കൈയടക്കിയെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ. സുന്നി വിശ്വാസികൾ പെട്ടുപോകരുതെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ആരോപണം തള്ളി MEX7 സ്ഥാപകൻ സൊലാഹുദ്ദീൻ. പ്രാഥമിക പരിശോധന തുടങ്ങി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ DGPക്കും സൈബർ പോലീസിനും പരാതി നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ചില യൂട്യൂബ് ചാനലുകളിലാണ് ചോദ്യപേപ്പർ വന്നത്. അതീവ ഗൗരവമുള്ള സംഭവമെന്നും മന്ത്രി V ശിവൻകുട്ടി. ഒരു രാത്രി നീണ്ട ജയിൽവാസത്തിനു ശേഷം സിനിമാ താരം അല്ലു അർജുൻ വീട്ടിലെത്തി. നിയമത്തെ ബഹുമാനിക്കുന്നുവെന്ന് ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് പ്രതികരണം. പുഷ്പ 2 പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ കുടുംബത്തിനൊപ്പമെന്ന് താരം. അറസ്റ്റിനെ ചൊല്ലി ആന്ധ്രയിലും തെലങ്കാനയിലും രാഷ്ട്രീയ വിവാദം. പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ കേരള സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കും. ചൊവ്വാഴ്ച സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുക. ഒരിടവേളയ്ക്കു ശേഷം ഇതാദ്യമായാണ് ഗവർണർ കേരള സർവകലാശാലയിലെത്തുന്നത്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തും. തിങ്കളാഴ്ച കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തും. ജനങ്ങൾ യജമാനന്മാരാണെന്നും മനോഭാവത്തോടുകൂടി പോലീസ് സേവിക്കണമെന്ന് മുഖ്യമന്ത്രി. തെറ്റായ പ്രവണതയുണ്ടായാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൊച്ചിയിൽ മങ്കണവനത്തിന്റെ കമ്പിവേലിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തമിഴ്നാട് സ്വദേശിയെന്ന് പോലീസ്. സ്ഥിരം റോഡിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നയാളാണ് മരിച്ചത്. മദ്യപിച്ച് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോൾ കമ്പി കുത്തിക്കയറി മരിച്ചതാകാൻ സാധ്യതയെന്നാണ് പോലീസ് നിഗമനം. രക്ഷാപ്രവർത്തനത്തിന്റെ തുക പോലും കേന്ദ്രം പിടിച്ചുവാങ്ങുന്നത് ദൗർഭാഗ്യകരമെന്ന് ജോൺ ബ്രിട്ടാസ് MP. പ്രളയകാലത്ത് നൽകിയ അരിയുടെ തുക പിടിച്ചുവാങ്ങി. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും ഇത്തരത്തിൽ കാണിച്ചിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ്. ജമ്മു കശ്മീരിലെ തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തര മന്ത്രാലയം വിളിച്ച യോഗം അടുത്തയാഴ്ച ഡൽഹിയിൽ ചേരും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടക്കമുള്ളവർ പങ്കെടുക്കും. കൊല്ലം കാവനാട്ടെ സാൻ ബാറിനെതിരെ പോലീസ് കേസെടുത്തു. സമയക്രമം പാലിക്കാതെ മദ്യവിൽപ്പന നടത്തിയതിനും CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനുമാണ് കേസ്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് നടപടി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഈ മാസം 20 മുതൽ 23 വരെ കോവളത്ത് നടക്കും. പ്രതിനിധി സമ്മേളനം 21-ന് MA ബേബിയും പൊതുസമ്മേളനം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനം നിലനിൽക്കുന്നില്ലെന്ന് ജില്ലാ സെക്രട്ടറി V ജോയ്.
ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിനെതിരെ നിയമ നടപടിക്ക് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത്. ഡിവൈഎസ്പിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന പ്രസംഗത്തിനെതിരായാണ് നടപടി. തന്റെ കുടുംബം CPM-ഉമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്നാണ് സമൂഹമാധ്യമത്തിൽ ഡിവൈഎസ്പിയുടെ വൈകാരികമായ കുറിപ്പ്. തൃശൂർ രാമനിലയത്തിൽ MK രാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്ഥിരീകരിച്ച് രമേശ് ചെന്നിത്തല. MK രാഘവനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? വിവാദങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും രമേശ് ചെന്നിത്തല. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ യുവതിക്ക് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. 61-കാരിയായ ലതികയുടെ എക്സ്റേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ത്രീക്ക് മരുന്ന് നൽകിയെന്നാണ് പരാതി. തിരക്കിനിടയിൽ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയെന്ന് റേഡിയോളജിസ്റ്റ് പറഞ്ഞതായി കളമശ്ശേരി സ്വദേശി അനാമിക. കോഴിക്കോട് ലോ കോളേജിൽ SFI KSU സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസ്. KSU പ്രവർത്തകൻ അമൽ മോൻ ജോസഫിന്റെ പരാതിയിലാണ് നടപടി. 8 പേർക്കെതിരെ കേസെടുത്തു. എറണാകുളം എളമക്കരയിൽ കാറിടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരുക്ക്. ഇടപ്പള്ളി സ്വദേശിനി നിഷയുടെ കാലിനും നട്ടലിനുമാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. കോഴിക്കോട് ഉള്ളിയേരി ബാലുശ്ശേരി റോഡിൽ നിയന്ത്രണം വിട്ട ലോറി ഗ്രാനൈറ്റ് ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയ അപകടം. മീൻ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർക്ക് പരുക്കേറ്റു. തിരുവനന്തപുരം വെള്ളറടയിൽ നോക്കുകൂലി നൽകാത്തതിന് സ്ഥാപന ഉടമയ്ക്ക് ചുമട്ടുതൊഴിലാളി യൂണിയൻകാരുടെ ക്രൂരമർദ്ദനം. വെള്ളറട സ്വദേശി സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. മുമ്പും സമാന രീതിയിൽ ഭീഷണി നേരിട്ടിരുന്നുവെന്ന് സുനിൽകുമാർ. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേന്ദ്രം നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാന്റായി നൽകാൻ പ്രധാനമന്ത്രി ഇടപെടണം. തൂത്തുക്കുടി തുറമുഖത്തിന് കിട്ടിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും ലഭിക്കണമെന്നും കത്തിൽ. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനം സിനിമകളുടെ പ്രദർശനം തുടരുന്നു. പുലർച്ചെ പെയ്ത മഴ മൂലം ആദ്യ ഷോകളിൽ ആൾത്തിരക്ക് കുറവായിരുന്നു. മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ മികച്ച അഭിപ്രായമാണ് ലഭിച്ചത്. ടാഗോർ തിയേറ്ററിൽ ഒരുക്കിയ ഡിജിറ്റൽ എക്സിബിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ജേതാവ് ആൻ ഹുയി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വീണ്ടും വാഹനാപകടം. കണ്ണന്നൂരിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ആരുടെയും പരിക്കു ഗുരുതരമല്ല. കാസർഗോഡ് ബന്ദിയോട് വാഹനാപകടത്തിൽ BJP പ്രാദേശിക നേതാവ് മരിച്ചു. കുമ്പള മണ്ഡലം സെക്രട്ടറി ഉപ്പള പ്രതാപ് നഗർ സ്വദേശി ധൻരാജാണ് മരിച്ചത്. ധൻരാജ് സഞ്ചരിച്ച സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മലപ്പുറം തിരൂർ ആലത്തിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് നിസ്സാര പരിക്ക്. പരിക്കേറ്റവരെ തിരൂർ ഇമ്പിച്ചിബാവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ. 7 ജോലികൾക്കാണ് ജലവിഭവ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ നേത്ര ചികിത്സാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തപാൽ വകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. മന്ത്രി P. രാജീവ് തപാൽ സ്റ്റാമ്പിന്റെ കോപ്പി ഡോക്ടർ തോമസ് വൈക്കത്ത് പറമ്പിലിന് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ കാർ മറിഞ്ഞ അപകടം. 5 പേർക്ക് പരിക്കേറ്റു. മൂന്നാർ സന്ദർശന ശേഷം മടങ്ങവേ ഉത്തർപ്രദേശ് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കോന്നി നെടുമൺകാവിൽ ഇന്നോവ പിക്കപ്പ് വാനിന് പിന്നിൽ ഇടിച്ചു കയറിയ അപകടം. ഡ്രൈവറെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വരികയായിരുന്ന 6 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചി കാക്കനാട് 86 ഗ്രാം ബ്രൗൺ ഷുഗറുമായി 2 പേർ പിടിയിൽ. അസം സ്വദേശികളാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് കഞ്ചാവും കണ്ടെടുത്തു. മൂവാറ്റുപുഴ മാവിൻചുവടിൽ ട്രാവലറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ആയവന സ്വദേശി സെബിൻ ജോയ്. കനത്ത മഴയിൽ കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും. 3 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ ഉയർത്തും. കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് 2ാം ദിവസവും തുടരുന്നു. വടകര തണ്ണീർപ്പന്തൽ വടകര ആയഞ്ചേരി റൂട്ടിലാണ് 35ഓളം ബസ്സുകൾ പണിമുടക്കുന്നത്. ബസ് ജീവനക്കാരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പത്തനംതിട്ട അച്ചൻകോവിലാറിന് തീരത്തുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ്. നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലെന്നാണ് മുന്നറിയിപ്പ്. അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്ന് നിർദ്ദേശം.
എറണാകുളം പെരുമ്പാവൂരിൽ MDMA-യുമായി 4 യുവാക്കൾ പിടിയിൽ. പെരുമ്പാവൂർ സ്വദേശികളായ മനു, ഫവാസ്, ഷെഫാൻ, അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ കാപ്പ ചുമത്തി നാട് കടത്തിയ യുവാവ് മയക്കുമരുന്നുമായി പിടിയിലായി. ചെറുവണ്ണൂർ സ്വദേശി സുൽത്താൻ നൂറാണ് പിടിയിലായത്. ലഹരിമരുന്നുമായി മുഹമ്മദ് അജ്മൽ എന്ന യുവാവും പിടിയിലായി. പത്തനംതിട്ട ഓമല്ലൂർ പുത്തൻപീടികയിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങളോടെ തെരുവുനായയെ വീട്ടുവളപ്പിൽ കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെ പഞ്ചായത്ത് അധികൃതർ എത്തി നായയെ പിടികൂടി. മലപ്പുറം പൊന്നാനി പുതിയ തിരുത്തിയിൽ ട്രാവലർ മറിഞ്ഞ് 7 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പൊന്നാനിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അർണോസ് പാദ്രിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325ാം ജൂബിലി ആഘോഷിച്ചു. കേരള സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ നാടകാചാര്യൻ ഷെവലിയർ CL ജോസ് അർണോസ് പാദ്രിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അർണോസ് പാദ്രി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം അധ്യക്ഷനായി. GT8 ഗ്ലോബൽ പുസ്തക പ്രകാശനം നടന്നു. എ സ്ട്രീറ്റ്സ് ഇൻ ഫീൽഡ് പ്ലാനിംഗ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സയൻസ് വിഭാഗം ഡീൻ പ്രൊഫസർ CC ഹരിലാൽ നിർവഹിച്ചു. GT8 ഗ്ലോബൽ ഫ്രീവെയർ ഉപയോഗിച്ചുള്ള ഏകദിന ശില്പശാലയും പൊന്നാനി MES കോളേജിൽ സംഘടിപ്പിച്ചു. വയനാടിന്റെ അതിർത്തി ജില്ലയായ നീലഗിരിയിൽ ദുരിതം വിതച്ച കാട്ടാന. പന്തല്ലൂർ ഗൂഡല്ലൂർ മേഖലയിലാണ് വ്യാപക കൃഷിനാശമുണ്ടായത്. വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്ന് നാട്ടുകാർ. വയനാട് വൈത്തിരിയിൽ വീട്ടുമുറ്റത്ത് പുലി. വെങ്ങക്കോട് സുനിലിന്റെ വീട്ടിൽ പുലർച്ചെ 3 മണിക്കാണ് പുലി വന്നത്. പുള്ളിപ്പുലിയാണ് എത്തിയതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാന നിയമവിദ്യാഭ്യാസത്തിൽ നെതർലൻഡ്സ് ലൈഡൻ യൂണിവേഴ്സിറ്റിയിലെ VV ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രം ഒപ്പിട്ട എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ്. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലെ 150ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ ചുവടുവയ്പ്. ഓച്ചിറ ചൂനാട് റെയിൽവേ ഗേറ്റ് ഈ മാസം 19-ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നടപടി. അട്ടപ്പാടി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഫാമുകളിലെ കരാർ അടിസ്ഥാനത്തിൽ അഗ്രികൾച്ചർ ഓഫീസറെ നിയമിക്കുന്നു. PSC നിശ്ചയിച്ച യോഗ്യതയുള്ളവർക്ക് ഈ മാസം 20-ന് മുൻപായി അപേക്ഷ നൽകണം. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള MCH യൂണിറ്റ് ചെറുപ്പയിലേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ഒഴിവ്. ഈ മാസം 23-ന് രാവിലെ 10 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖം. നോക്കാം ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന്റെ മന്ത്രിസഭാ വികസനം നാളെ. നാഗ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. അതൃപ്തരെ അനുനയിപ്പിക്കാനും കൂറുമാറിയെത്തുന്നവർക്കുമായി കുറച്ച് മന്ത്രിസ്ഥാനങ്ങൾ ഒഴിച്ചിട്ടേക്കും. ഡൽഹിയിലെ ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ. ആവശ്യമുന്നയിച്ച് അമിത്ഷായ്ക്ക് കെജ്രിവാൾ കത്തയച്ചു. ചലച്ചിത്ര താരങ്ങളായ വിജയ്ക്കും തൃഷയ്ക്കും നേരെ സൈബർ ആക്രമണം. ഇരുവരും ഒരുമിച്ച് വിമാനയാത്ര നടത്തിയതിന് പിന്നാലെയാണ് ഒരു വിഭാഗം അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടത്. വിജയുടെ ഭാര്യയുടെ പേരിൽ ജസ്റ്റിസ് ഫോർ സംഗീത ഹാഷ്ടാഗിലാണ് ക്യാമ്പയിൻ. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴക്കെടുതിയിൽ തമിഴ്നാട്ടിൽ മരണം 5ആയി. ജാർഖണ്ഡിൽ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഡൽഹിയിലെ സ്കൂളുകൾക്ക് വീണ്ടും ബോംബ് ഭീഷണി. RK പുരത്തെ DPS സ്കൂളിനാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. BJPയുടെ മുതിർന്ന നേതാവ് LK അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിലാണ് LK അദ്വാനിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ. ഇനി രാജ്യാന്തര വാർത്തകൾ. അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് അനധികൃത ഡ്രോണുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട്. ന്യൂജേഴ്സി, ന്യൂയോർക്ക്, പെൻസിൽവാനിയ എന്നിവിടങ്ങളിലാണ് വ്യാപകമായി ഡ്രോണുകൾ കണ്ടെത്തിയത്. ഡ്രോണുകൾ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി പുറത്തുവന്നതിന് പിന്നാലെ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീനിൽ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രയേൽ പ്രതിരോധ സേനാംഗങ്ങളായ 2 പേരുടെ വിസ അപേക്ഷ തള്ളി ഓസ്ട്രേലിയ. ഇസ്രയേൽ മുൻ ആഭ്യന്തരമന്ത്രി എയ്ലറ്റ് ഷെഗേദിനും ഓസ്ട്രേലിയ വിസ നിഷേധിച്ചിരുന്നു. അധികാരമേറ്റാൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
അതിനായി ഏകദേശം 15 ലക്ഷം പേരടങ്ങുന്ന ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്. പട്ടികയിൽ 18,000-ഓളം രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നാണ് സൂചന. സിറിയയിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇതുവരെ 77 പേരെ ഒഴിപ്പിച്ചു. ഇതിൽ 44 പേരും ജമ്മു കശ്മീരിൽ നിന്ന് പോയ തീർത്ഥാടകരാണ്. ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്താനൊരുങ്ങി അമേരിക്ക. ഇതിന്റെ ആദ്യപടിയെന്നോണം ഇന്ത്യൻ അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗമായ ഗൂഗിളിനും ആപ്പിളിനും നോട്ടീസ് അയച്ചു. നിലവിലെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ ആപ്പ് ഒഴിവാക്കാൻ നിർദ്ദേശം. റഷ്യൻ ആയുധ വിദഗ്ധൻ മിഖായേൽ ഷാറ്റ്സ്കി കൊല്ലപ്പെട്ട നിലയിൽ. മരിച്ചത് പുടിന്റെ അടുത്ത സഹായി ഇന്നലെ മോസ്കോയിലെ വനമേഖലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇറ്റലിയിലെ ലാംപെഡൂസയിൽ ബോട്ട് മുങ്ങി 44 മരണം. മരിച്ചവരെല്ലാം വിദേശികൾ. കപ്പൽ തകർന്ന പ്രദേശത്ത് കോസ്റ്റ് ഗാർഡും പോലീസും ബോട്ടുകളും തെരച്ചിൽ നടത്തുന്നു. ഓപ്പൺ എഐയിലെ മുൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷകനായ സുജിർ ബാലാജിയെ സാൻ ഫ്രാൻസിസ്കോയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഓപ്പൺ എഐയിലെ 4 വർഷത്തോളം ജോലി ചെയ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായിരുന്നു ബാലാജി. GPT-4-നുള്ള പ്രീ ട്രെയിനിംഗ് ഉൾപ്പെടെ വിവിധ പ്രോജക്റ്റുകൾക്ക് അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബിസിനസ് വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 720 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 57,120 രൂപയും ഗ്രാമിന് 90 രൂപ താഴ്ന്ന് 7,140 രൂപയുമായി. റഷ്യൻ പൊതുമേഖലാ കമ്പനിയായ റോസ് നെഫ്റ്റുമായി 10 വർഷത്തെ ദീർഘകാല കരാറിൽ ഏർപ്പെട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ്. പ്രതിദിനം 5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ എന്ന നിലയിലാണ് ഇറക്കുമതി. ഇത് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാണ്. ബ്ലിങ്കിറ്റ് അവതരിപ്പിക്കുന്ന ബിസ്ട്രോ ആപ്പ് പുറത്തിറക്കി. 10 മിനിറ്റിൽ ഫുഡ് ഡെലിവറി സേവനം. അടുത്തിടെ ആരംഭിച്ച സെപ്റ്റോ കഫേ, സ്വിഗ്ഗി, ബോൾട്ട് തുടങ്ങിയ സേവനങ്ങളുമായി മത്സരിക്കാനാണ് ഈ നീക്കത്തിലൂടെ ബ്ലിങ്കിറ്റ് ലക്ഷ്യമിടുന്നത്. നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് അടുത്ത വർഷം ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിക്കും. പരീക്ഷണാർത്ഥമുള്ള വിമാന ലാൻഡിംഗ് വിജയകരം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 72 കിലോമീറ്റർ മാത്രം അകലെയാണ് പുതിയ എയർപോർട്ട്. സൗജന്യമായി ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി വീണ്ടും നീട്ടി. 2025 ജൂൺ 14 വരെ അപ്ഡേറ്റ് ചെയ്യാം. കായിക വാർത്തകളിലേക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ 3-ാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ രസം കൊല്ലിയായി മഴ. മത്സരം നേരത്തെ നിർത്തുമ്പോൾ ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടമില്ലാതെ 28 റൺസ് എന്ന നിലയിൽ. വെറും 13.2 ഓവർ മാത്രമാണ് ഇന്ന് കളി നടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ പേസർ മുഹമ്മദ് ആമിർ പാകിസ്ഥാനായി 36 ടെസ്റ്റിലും 61 ഏകദിനങ്ങളിലും കളിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ 16-ാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ലിവർപൂൾ, ആഴ്സണൽ, ആസ്റ്റൺ വില്ല ടീമുകൾ ഇന്ന് കളത്തിലിറങ്ങും. സെൻട്രൽ ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നുള്ള കാലിക്കറ്റ് ഹീറോസ് ഫൈനലിൽ സെമിയിൽ ഇറാൻ ക്ലബിനെ പരാജയപ്പെടുത്തി. നോക്കാം ഫാക്ട് ചെക്ക്. ഐഫോണിനും സാംസങ്ങിനും ഭീഷണിയായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ടെസ്ല PI ഫോണുകൾ എത്തുന്നു എന്ന വാദത്തോടെ ഒരു സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഫോണിൽ ആഗോള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കുമെന്നും സൂര്യപ്രകാശത്തിൽ സ്വയം ചാർജ് ചെയ്യും എന്നെല്ലാമാണ് അവകാശപ്പെടുന്നത്. എന്നാൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണ്. മൊബൈൽ നിർമ്മാണ രംഗത്തേക്കില്ലെന്ന് മസ്ക് തന്നെ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ്. മ്യാൻമാറിൽ ഭൂചലനം 4.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻ US ഹൗസ് സ്പീക്കർ ലക്സംബർഗിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ പരിക്കേറ്റ നാൻസി പെലോസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൾജ് യുദ്ധത്തിന്റെ 80-ാം വാർഷികം ആഘോഷിക്കാൻ പെലോസി യാത്ര ചെയ്യുമ്പോഴായിരുന്നു അപകടം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയുമായി കൂടിക്കാഴ്ച നടത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. സുന്നി വിഭാഗ സേനയായ HTS അധികാരത്തിലേറിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇറാഖ് സന്ദർശനം. ചിലി അർജന്റീന അതിർത്തിയിൽ ഭൂചലനം. മേഖലയിൽ 6.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.